നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് വലിയൊരു ഫോളിലേക്കാണ് പോയത്. പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 1.6% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതിലും വലിയ നഷ്ടമുണ്ടാക്കിയത് നിഫ്റ്റി ബാങ്കും PSU ബാങ്കുമായിരുന്നു. നിഫ്റ്റി ബാങ്ക് 2%, PSU ബാങ്ക് 4% ഇടിവും രേഖപ്പെടുത്തി. രാവിലെ 10:30 വരെ കാര്യങ്ങൾ വലിയ പ്രശ്നമില്ലാതെ തന്നെ പോവുകയായിരുന്നു. എന്നാൽ 10:30 കൂടിയാണ് ആ വലിയ വാർത്ത മാർക്കറ്റിലേക്ക് വരുന്നത്. കർണാടകയിൽ 2 HMPV വൈറസുകൾ ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതോടെയാണ് മാർക്കറ്റ് വലിയ ഒരു ഇടിവിലേക്ക് പോയത്. ഇനി നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ വീണ്ടും വലിയ രീതിയിൽ തന്നെ റെഡിലേക്ക് പോയിട്ടുണ്ടാവും. ഈ HMPV വൈറസ് കൊറോണ വൈറസ് പോലെ അത്രയും വലിയ പ്രശ്നത്തിലേക്ക് മാർക്കറ്റിനെ കൊണ്ടെത്തിക്കുമോ, മാർക്കറ്റ് ഇനിയും വലിയ ഇടിവിലേക്ക് പോകുമോ എന്നുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. മാർക്കറ്റ് വലിയ രീതിയിലൊക്കെ ഇടിവിലേക്ക് പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ പ്ലാൻ ചെയ്ത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക. അതിനായിട്ട് രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ എല്ലാം ആദ്യത്തെ സംശയം എന്നത് COVID-19 പോലെ ഈ HMPV വൈറസ് അത്ര ഭയാനകമാണോ, മാർക്കറ്റിനെയും അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുമോ, COVID-19 പോലെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കുമോ ഇത് എന്നൊക്കെ ആയിരിക്കും. ആദ്യം തന്നെ COVID-19മായി താരതമ്യപ്പെടുത്തുമ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല എന്ന് ആരോഗ്യ മന്ത്രാലയം നമുക്ക് ഉറപ്പ് നൽകുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ഉറപ്പ് നൽകുന്നു. അടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടന എന്താണ് പറയുന്നത് എന്ന് നോക്കാം. WHO ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള യാത്രാ നിയന്ത്രണങ്ങളോ ലോക്ക്ഡൌണുകളോ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. അതായത് WHOന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. യാത്രാ നിയന്ത്രണങ്ങളുമില്ല. അതും എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. HMPV വൈറസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതോടെ മാർക്കറ്റ് ഇടിയുകയുണ്ടായി. കൂടാതെ ഈ ഇടിവിന് മറ്റ് ഒരു ആക്കം കൂട്ടിയ ഘടകം കൂടിയുള്ളത് ദുർബലമായ പൊതുമേഖലാ ബാങ്കുകളുടെയും സ്വകാര്യ മേഖലാ ബാങ്കുകളുടെയും പ്രകടനം വിപണിയെ ഇടിവിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി ഇന്നലെ 1.6% ഇടിഞ്ഞപ്പോൾ ബാങ്ക് നിഫ്റ്റി 2% ഇടിഞ്ഞത്. PSU ബാങ്ക് 4% ഇടിവും രേഖപ്പെടുത്തി. HDFC ബാങ്കും 2% ഇടിഞ്ഞിരുന്നു. ഇന്ന് നേട്ടമുണ്ടാക്കിയത് ഒരേ ഒരു സെക്ടറായിരുന്നു, ഹോസ്പിറ്റൽ സെക്ടറാണ് നേട്ടമുണ്ടാക്കിയത്. ഡയഗ്നോസ്റ്റിക് ഹോസ്പിറ്റാലിറ്റി സ്റ്റോക്കുകളാണ് അല്പമെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. എന്നാൽ അവർക്കും കാര്യമായി നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. ഇത് പരിഭ്രാന്തി ഇല്ല എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. ധാരാളം വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം വൈറസിന്റെ ആഘാതം കുറവ് തന്നെയാണ്. ഇത് ഷോർട്ട് ടേമിലേക്ക് ചെറിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കാമെങ്കിലും വലിയൊരു ഇമ്പാക്റ്റ് ഈ HMPV വൈറസ് ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇനി നിഫ്റ്റിയുടെ ടെക്നിക്കൽസിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിലുള്ള ഒരു ഫോർമേഷനിലാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ഡൗൺ സൈഡിൽ ഇപ്പോൾ ടച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ നിന്നും തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള ഡൗൺ സൈഡിലെ ലെവലായ 23,360 മുതൽ 23,650 വരെയുള്ള ആ ഒരു സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി തിരിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട്. അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 24,040 മുതൽ 24,200 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. ഏതായാലും നിഫ്റ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതുകൊണ്ട് ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ നമുക്ക് കൂടുതലായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട്. നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആരും മിസ്സാക്കാതിരിക്കുക. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് മാത്രമാണ്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അത് ഷെയർ ചെയ്യുന്നതും. ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.